കടുക് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് തക്കാളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം ചേർക്കുന്നതാണ്. തക്കാളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇഞ്ചി, തക്കാളി, പച്ചമുളക്, കരിയാപ്പില, ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ശരിക്കൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, സവോള, കരിയാപ്പില ഇട്ട് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് കുടംപുളിയാണ്. കുടംപുളി ഇത് 2 വിസിൽ ഇട്ടിട്ടുണ്ട്. അസ്ത്രം കറിയാണ്. അസ്ത്രം കറിക്ക് ആവശ്യമുള്ള സാധനം ചേമ്പ്, സവോള, ഇഞ്ചി, പച്ചമുളക്, കരിയാപ്പില, വെളുത്തുള്ളി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, തേങ്ങാ പൗഡർ, റൈസ് പൗഡർ ഇത്രയും സാധനം ചേർത്താണ് അസ്ത്രം കറി ഉണ്ടാക്കുന്നത്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം കൂടി അത് മിക്സ് ചെയ്യുകയാണ്. മിക്സ് ചെയ്ത് ചോറുണ്ട്, ചപ്പാത്തിയുണ്ട്, പൊറോട്ടയുണ്ട്, ഇതിൻ്റെ കൂടുതലെല്ലാം കഴിക്കാവുന്നതാണ്. ഇപ്പം മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടിരിക്കുന്നു. എന്നിട്ട് തേങ്ങ ഒഴിക്കുകയാണ്. തേങ്ങ ഒഴിച്ചിട്ടുണ്ട്. തേങ്ങ ശേഷം റൈസ് പൗഡർ ഇടാണ്. 2 സ്പൂൺ റൈസ് പൗഡർ ഇട്ടിട്ടുണ്ട്. ഇതിന് ശേഷം പുഴുങ്ങി വെച്ചേക്കണ ചേമ്പിടുകയാണ്. ചേമ്പിട്ടതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുകയാണ്. മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അസ്ത്രം കറി റെഡിയായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ടേസ്റ്റ് നോക്കുക, കഴിക്കുക. ഇച്ചിരി വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതാണ് അസ്ത്രം കറി. ടേസ്റ്റ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫീഡ്ബാക്ക് നടത്തുക. പുതിയൊരു വീഡിയോയുമായി വരുന്നതാണ് തങ്കച്ചൻ. ഇതാണ് അസ്ത്രം കറി. ഓക്കെ, താങ്ക് യു.